തന്റെ ജീവിതം മുഴുവൻ കരടികളുടെ സംരക്ഷണത്തിനു വേണ്ടി മാറ്റിവെച്ചു. അവസാനം ആ കരടികൾ തന്നെ അവനെയും അവന്റെ കാമുകിയെയും കൊന്നു തിന്നു. അതെ, നമ്മളിവിടെ പറയാൻ പോകുന്നത് ഗ്രിസിലി മാൻ എന്നറിയപ്പെട്ടിരുന്ന തിമോത്തി ട്രെഡ്വെല്ലിന്റെ യഥാർത്ഥ ജീവിതകഥയാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. പിന്നെ കഥ മുഴുവനും കേട്ടതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ നമുക്ക് തിരിച്ച് കഥയിലേക്ക് പോകാം. ആരാണ് ഈ ഗ്രിസിലി മാൻ അല്ലെങ്കിൽ തിമോത്തി ട്രെഡ്വെൽ? 1957 ന്യൂയോർക്കിലെ ഒരു ദമ്പതികളുടെ 5 മക്കളിൽ മൂന്നാമനായിട്ടാണ് തിമോത്തി ട്രെഡ്വെൽ ജനിക്കുന്നത്. തന്റെ ബാല്യകാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ന്യൂയോർക്ക് വിട്ട് കാലിഫോർണിയയിലേക്ക് ചേക്കേറി. അവിടെ എത്തിയതിനു ശേഷം ഒരു നല്ല കോളേജിൽ അഡ്മിഷനും ലഭിച്ചു. അങ്ങനെ കോളേജ് കാലഘട്ടം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ ട്രെഡ്വെല്ലിന്റെ പഠനകാലം കഴിഞ്ഞതോടുകൂടി അവന്റെ ജീവിതം ആകെ മാറിമറിയാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ കടുത്ത മദ്യപാനിയായിരുന്നു ട്രെഡ്വെല്ല്. അവസാനം മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ജീവിതം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം മുൻ പട്ടാളക്കാരനായ ടെറിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ട്രെഡ്വെല്ലിനെ ഒരു മയക്കുമരുന്ന് ചികിത്സാലയത്തിൽ കൊണ്ടാക്കി. സാവധാനം ട്രെഡ്വെൽ മയക്കുമരുന്ന് പൂർണ്ണമായും ഉപേക്ഷിച്ചു. കൂടാതെ ട്രെഡ്വെല്ലിന് ടെറിയോടുള്ള സൗഹൃദം വളരെ ദൃഢമാവുകയും ചെയ്തു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ടെറി ട്രെഡ്വെല്ലിന്റെ ഒരു സ്വഭാവം ശ്രദ്ധിക്കുന്നത്. ട്രെഡ്വെല്ലിന് മൃഗങ്ങളോടുള്ള അമിതമായ സ്നേഹം. ട്രെഡ്വെല്ലിനെ അദ്ദേഹത്തിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഒരു ജോലിയിലേക്ക് തിരിച്ചുവിട്ടില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും മയക്കുമരുന്നിന് അടിമയാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അങ്ങനെ ടെറി ഒരു വഴി കണ്ടെത്തി. അലാസ്കയിൽ ചെന്നിട്ട് അവിടുത്തെ നാഷണൽ പാർക്കുകളിലെയും അല്ലാത്ത സ്ഥലങ്ങളിലും പോയി ക്യാമ്പ് ചെയ്യുക, എന്നിട്ട് അവിടെയുള്ള മൃഗങ്ങളുമായി സൗഹൃദത്തിലാവുക. ട്രെഡ്വെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പവും അതിലുപരി അവനത് സന്തോഷം നൽകുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്നിട്ട് ഇതെല്ലാം ഒരു വീഡിയോ ആയി പകർത്തുക. പകർത്തിയ വീഡിയോ ഒരു ഡോക്യുമെന്ററി ആയി പുറത്തു വിൽക്കുക. അതുമാത്രമല്ല, ഇതിൽ കൂടുതൽ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഗൈഡായിട്ട് ട്രെഡ്വെല്ലിന് ജോലി നോക്കാം. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ടെറി ട്രെഡ്വെല്ലിനോട് വിശദീകരിച്ചു. അങ്ങനെ മറിച്ചൊന്നും ചിന്തിക്കാതെ ട്രെഡ്വെൽ അത് അംഗീകരിക്കുകയും അവിടെ നിന്ന് അലാസ്കയിലേക്ക് യാത്രയാവുകയും ചെയ്തു. തന്റെ ജോലിയുടെ തുടക്കകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ട്രെഡ്വെൽ. കൂടെ കൂടെ എല്ലാം അദ്ദേഹത്തിന്റെ വരുതിയിലാവുകയും അവിടെ കാണുന്ന ഗ്രിസിലി ബെയറുകളെ കൂടുതൽ അടുത്തറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും ട്രെഡ്വെല്ലിന് സാധിച്ചു. സാധാരണയായി വേനൽക്കാലങ്ങളിലാണ് ട്രെഡ്വെൽ കാട്ടിലേക്ക് എത്തിയിരുന്നത്. അതിനൊരു കാരണവുമുണ്ട്. ഈ കാലങ്ങളിലാണ് അവിടെ സുലഭമായി ലഭിക്കുന്ന സാൽമൺ മീനുകളെ വേട്ടയാടാൻ വേണ്ടി ഗ്രിസിലികൾ ഇറങ്ങുന്നത്. വേനൽക്കാലം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ശീതകാല മയക്കത്തിനു വേണ്ടി ഉൾക്കാട്ടിലേക്ക് പോകും. ഈ കാലയളവിൽ ട്രെഡ്വെൽ തിരിച്ച് കാലിഫോർണിയയിലേക്ക് പോകും. അവിടെ ചെറിയ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും. ഇതായിരുന്നു പതിവ്. തിരിച്ച് ആ നാഷണൽ പാർക്കിലേക്ക് വരികയാണെങ്കിൽ പുറത്തുള്ളവർക്ക് ആ കാട്ടിൽ ക്യാമ്പ് ചെയ്യാൻ ആ പാർക്കിന്റെ അധികൃതർ കുറച്ച് നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു. അതിൽ ആദ്യത്തേത് എല്ലാവരുടെയും കയ്യിൽ ബെയർ സ്പ്രേ ഉണ്ടാവണമെന്നാണ്. ഇതിന്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ കരടികൾ ആക്രമിക്കാൻ വന്നാൽ ഈ സ്പ്രേ കരടിയുടെ മുഖത്തേക്ക് അടിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം കരടികളുടെ ശ്രദ്ധ കുറച്ചു സമയത്തേക്ക് മാറിപ്പോകും. ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റു ഉപായങ്ങൾ തേടാനോ ഈ സമയം മതി. അടുത്ത നിബന്ധന, ആരും തന്നെ കരടികൾക്ക് ഭക്ഷണം നൽകരുത്. പിന്നെ ഓരോ 5 ദിവസം കഴിയുമ്പോഴും ക്യാമ്പ് മാറ്റിക്കൊണ്ടേയിരിക്കണം. സ്ഥിരമായി നമ്മൾ ഒരു ഭാഗത്ത് ക്യാമ്പ് ചെയ്താൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം അവരെ ആകർഷിക്കും. ഇതവരെ നമ്മളുടെ ക്യാമ്പിലേക്ക് എത്തിക്കുകയും മറ്റൊരു ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യും. ഇതിലേറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ ഈ നിബന്ധനകളൊന്നും ട്രെഡ്വെൽ പാലിച്ചില്ലെന്നതാണ്. ഈ ചെയ്തികളെല്ലാം അധികൃതരെയും മറ്റുള്ള ആളുകളെയും നീരസപ്പെടുത്തി എന്നതാണ് സത്യം. ഒരുപാട് പേർ ട്രെഡ്വെല്ലിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. അധികൃതർ ട്രെഡ്വെല്ലിന് ഒരുപാട് വാണിങ്ങുകൾ കൊടുത്തു. പലരും അങ്ങോട്ട് പോകുന്നവർക്ക് ഉപദേശം കൊടുത്തു, ഒരിക്കലും ട്രെഡ്വെൽ ചെയ്യുന്നത് പോലെ ആരും ചെയ്യരുത്. അങ്ങനെ കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും ട്രെഡ്വെല്ലിനൊരു പേര് വീണു, ബെയർമാൻ. പക്ഷേ ട്രെഡ്വെൽ പറയുന്നത് ദൈവം തന്നെ ഗ്രിസിലികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നെ ഒന്നും ചെയ്യില്ല എന്നും പറയുന്നു. ഇതിനിടയ്ക്കാണ് ട്രെഡ്വെല്ലിന്റെ പുസ്തകങ്ങൾ വായിച്ചും ഷോകൾ കണ്ടും ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിരുന്ന ഏമി ട്രെഡ്വെല്ലിനോട് ആകർഷണം തോന്നി
അദ്ദേഹത്തിന്റെ പുതിയ ഗേൾഫ്രണ്ടായി മാറുന്നത്. ഏമിക്ക് പക്ഷേ ആരാധനയും സ്നേഹവും ട്രെഡ്വെലിനോട് മാത്രമായിരുന്നു. അവൾക്ക് ഗ്രിസിലി കരടികളെ വളരെയധികം ഭയമായിരുന്നു. പക്ഷേ ട്രെഡ്വെലിനോടുള്ള ഇഷ്ടം കാരണം 3ഓളം വേനലുകളിൽ ട്രെഡ്വെലിന്റെ കൂടെ ആ കാട്ടിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അപ്പോഴേക്കും ട്രെഡ്വെൽ 12ഓളം വേനലുകളാണ് കരടികളോടൊപ്പം ചെലവഴിച്ചത്. അങ്ങനെ 2003-ൽ തന്റെ 13ാമത്തെ ഗ്രിസിലി സന്ദർശനത്തിനു വേണ്ടി ട്രെഡ്വെല്ലും ഏമിയും പുറപ്പെട്ടു. അങ്ങനെ ആ ചെറുവിമാനം ഗ്രിസിലി ബേ എന്ന് പറയുന്ന സ്ഥലത്ത് പൈലറ്റ് വില്ലി ഇറക്കി. ട്രെഡ്വെലിനെയും ഏമിയെയും അവരുടെ സാധനങ്ങളെയും അവിടെ ഇറക്കിയതിനു ശേഷം വില്ലി തന്റെ ചെറുവിമാനവുമായി പറന്നുയർന്നു. മുകളിലെത്തിയ വില്ലി താഴോട്ടൊന്ന് നോക്കി. നൂറുകണക്കിന് കരടികളുടെ കൂടെ ആകെ 2 മനുഷ്യർ. പക്ഷെ പറന്നകന്നു പോകുമ്പോഴും വില്ലിക്ക് അറിയില്ലായിരുന്നു ട്രെഡ്വെല്ലിനെയും ആമിയെയും അവസാനമായി കാണുന്നത് താനാണെന്ന്. ഇനി ആരും അവരെ കാണില്ല എന്നൊരു സത്യം. തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു തെറ്റ് അപ്പോഴേക്കും ട്രെഡ്വെൽ ചെയ്തിരുന്നു. താൻ ആ കാട്ടിലേക്ക് എത്തിച്ചേർന്ന സമയം. വേനൽ അവസാനിക്കാൻ കുറച്ചു നാളുകളുള്ളപ്പോഴാണ് ട്രെഡ്വെല്ലും ആമിയും അവിടെ എത്തിയത്. കാരണം ഈ സമയത്തിനൊരു പ്രശ്നമുണ്ട്. ശീതകാലം അവസാനിക്കുന്നതോടുകൂടി എല്ലാ കരടികളും ഉൾവനത്തിലേക്ക് ശീതകാല ഉറക്കത്തിനു വേണ്ടി പോകും. ഈ കാലയളവിൽ കരടികളുടെ സ്വഭാവത്തിന് വളരെ പ്രകടമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ശീതകാല ഉറക്കത്തിനു മുന്നേ ലഭിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് ശരീരം ശേഖരിച്ചു വെക്കും. ഈ കൊഴുപ്പാണ് കരടിക്ക് ശീതകാലത്ത് ഊർജം പകരുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലം അവസാനിക്കുമ്പോഴേക്കും തങ്ങൾക്ക് കഴിക്കാവുന്നിടത്തോളം ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ട്രെഡ്വെല്ലും ആമിയും നിൽക്കുന്ന സ്ഥലത്ത് കരടികൾ വളരെ കുറവാണ്. അവിടെയുള്ള ഒരു കരടിയും ട്രെഡ്വെല്ലിന് പരിചയമുള്ളതായിരുന്നില്ല. ട്രെഡ്വെല്ലിന് പരിചയമുള്ള എല്ലാ കരടികളും ഉൾവനത്തിലേക്ക് ഹൈബർനേഷനു വേണ്ടി പോയതായിരുന്നു. ഇപ്പോഴവിടെയുണ്ടായിരുന്ന എല്ലാ കരടികളും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് എത്തിയതാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ കരടികളും മതിയായ ഭക്ഷണം കിട്ടാത്തവരാണ്. പക്ഷേ ഇവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. മുന്നേ ഉൾവനത്തിലേക്ക് പോയ കരടികളുടെ വേട്ടയാടലിന്റെ ഫലമായി ഇവിടെയും സാൽമൺ മത്സ്യത്തിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു. കിട്ടുന്നത് എന്തും കഴിക്കുമെന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് ട്രെഡ്വെല്ലും ആമിയും അവിടെ എത്തുന്നത്. അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ട്രെഡ്വെലിനെയും ആമിയെയും അവിടെ കൊണ്ടാക്കിയ അതേ പൈലറ്റ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് വന്നു. സാധാരണ തന്റെ വിമാനത്തിന്റെ ശബ്ദം കേട്ട ട്രെഡ്വെൽ ഓടിയ പുഴയ്ക്കരികിൽ വന്ന് കൈവീശാറാണ് പതിവ്. പക്ഷേ ഈ തവണ അത് കണ്ടില്ല. അങ്ങനെ വില്ലി തന്റെ ചെറു വിമാനം താഴെ ഇറക്കിയതിനു ശേഷം ട്രെഡ്വെൽ സാധാരണ ടെന്റ് കെട്ടാറുള്ള ഭാഗത്തേക്ക് നടന്നു. ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും വില്ലിക്ക് എന്തോ ഒരു അസ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പൊ വില്ലിക്ക് ദൂരെ ട്രെഡ്വെൽ കെട്ടിയ ആ ടെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. അങ്ങനെ വില്ലി ട്രെഡ്വെലിനെയും ആമിയെയും മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മറുഭാഗത്ത് നിന്ന് ഒരു ഉത്തരവും ലഭിച്ചില്ല. ടെന്റിന്റെ കുറച്ചുകൂടെ അടുത്തെത്തിയപ്പോഴാണ് വില്ലി ഒരു കാര്യം ശ്രദ്ധിച്ചത്. ടെന്റിന്റെ പിന്നിൽ നിന്ന് എന്തോ ഒരു രൂപം അനങ്ങുന്നുണ്ട്. അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു, വില്ലി മനസ്സിൽ പറഞ്ഞു. അങ്ങനെ വില്ലി തിരിച്ച് തന്റെ വിമാനം ലക്ഷ്യമാക്കി ഓടി. എന്നിട്ട് വിമാനം ഉയർത്തി ട്രെഡ്വെല്ലും ആമിയും നിന്ന ആ ടെന്റിന്റെ മുകളിലൂടെ വിമാനം താഴ്ത്തി പറത്തി. അങ്ങനെ 1-2 പ്രാവശ്യം വില്ലി വിമാനം താഴ്ത്തി പറത്തിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതും വളരെ ക്രൂരഭാവവുമുള്ള ഒരു കരടി അവരുടെ ടെന്റിന്റെ പുറകിൽ നിന്ന് എന്തോ കടിച്ചു വലിക്കുന്നു. അതും മനുഷ്യന്റെ വാരിയലിന് സമാനമായ എന്തോ. അത് കണ്ടപാടെ വില്ലി താൻ കണ്ട കാര്യം അധികൃതരെ വിളിച്ചു പറഞ്ഞു. അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. മറുപുറത്ത് നിന്ന് വില്ലിയോട് പറഞ്ഞു, നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വിമാനം ഇറക്കുക, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തുന്നതാണ്. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ പാർക്ക് റേഞ്ച് ഓഫീസർ അടക്കം 3 പേർ അവിടേക്ക് യാത്രയായി. അങ്ങനെ വരുന്ന വഴിക്ക് റേഞ്ച് ഓഫീസർ എല്ലി ആ ഭാഗത്തുണ്ടായിരുന്ന എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻ ടീമുകളെയും ഈ വിവരം അറിയിക്കുകയും അവരോട് അങ്ങോട്ട് എത്തിച്ചേരാനും പറഞ്ഞു. വൈകിട്ട് ഏകദേശം 4:30 എല്ലാ ടീം അംഗങ്ങളും അവിടെ എത്തി. അങ്ങനെ വില്ലി താൻ കരടിയെ കണ്ട ഭാഗത്തേക്ക് എല്ലാവരെയും കൂട്ടി നടന്നു. അങ്ങനെ ക്യാമ്പിന്റെ കുറച്ചു വാര അകലെ നിന്ന് ട്രെഡ്വെലിനെയും ഏമിയെയും എല്ലാവരും ഉറക്കെ വിളിച്ചു. ഇങ്ങനെ ഉറക്കെ വിളിക്കാൻ 2 കാരണങ്ങളുണ്ട്. അവിടെ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ റെസ്ക്യൂ ടീം എത്തി എന്നറിയിക്കാൻ. മറ്റൊന്ന്, ക്യാമ്പിനടുത്ത് വല്ല കരടികൾ ഉണ്ടെങ്കിൽ അവരെ ഭയപ്പെടുത്തി ഓടിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നത്. ഇങ്ങനെ ഉറക്കെ വിളിച്ചു നടക്കുന്ന സമയത്താണ് ഒരു 20 അടി അകലെ കുറ്റിക്കാട്ടിൽ നിന്ന് ഭീമാകാരനായ ഒരു കരടി ഇവരെ ആക്രമിക്കാൻ വന്നത്. ഇത് കണ്ട റേഞ്ച് ഓഫീസർ എല്ലി തന്റെ റൈഫിൾ എടുത്ത് 11 തവണയാണ് ആ ഭീമാകാരനായ കരടിക്ക് നേരെ നിറയൊഴിച്ചത്. നിമിഷങ്ങൾ കൊണ്ട് ആ കരടി അവിടെ ചത്തുവീണു. അതിനുശേഷം എല്ലാവരും ക്യാമ്പിനടുത്തേക്ക് നടന്നു.
അവിടെ അവർ കണ്ടത് വളരെ ഭീകരമായ ഒരു കാഴ്ചയായിരുന്നു. ടെന്റിന് ചുറ്റും മനുഷ്യ ശരീരം ചിതറിക്കിടക്കുന്നു. ടെന്റുകൾ പരിശോധിച്ചപ്പോൾ കീറിയിട്ടുണ്ട്, പക്ഷേ കരടി അകത്ത് കയറിയ ലക്ഷണങ്ങളൊന്നുമില്ല. അങ്ങനെ ചുറ്റുഭാഗവും പരിശോധിച്ചപ്പോൾ കുറ്റിക്കാടിനടുത്തായി ഒരു കൈ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അവർ വേഗം തന്നെ അങ്ങോട്ട് ചെന്നു. അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അവിടെ ഏമിയുടെ കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ശരീരഭാഗങ്ങളൊന്നും അവിടെയില്ല. ബാക്കി ശരീരഭാഗങ്ങളൊക്കെ എവിടെയെന്ന് വില്ലി റേഞ്ച് ഓഫീസറിനോട് ചോദിച്ചപ്പോൾ റേഞ്ച് ഓഫീസർ നേരത്തെ കൊന്നു തള്ളിയ ആ കരടിയുടെ വയറ് ചൂണ്ടിക്കാണിച്ചു. ദേ അവിടെയുണ്ട്. നേരം ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന സമയത്താണ് മറ്റൊരു കരടി ഇവരെ ആക്രമിക്കാൻ വന്നത്. നേരത്തെ തങ്ങളുടെ മുന്നിൽ വന്ന കരടിയുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഈ കരടിക്കും സംഭവിച്ചത്. എന്നിട്ട് അവർ സമയം വൈകിക്കാതെ തിരിച്ചുപോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഡോക്ടർമാർ ഉൾപ്പെട്ട ഒരു വലിയ സംഘം അവിടെ എത്തി. എന്നിട്ടവർ തലേന്ന് ആദ്യം വെടിവെച്ച് വീഴ്ത്തിയ കരടിയുടെ വയർ കീറി. ഏകദേശം 3-4 ഗാർബേജ് കവർ നിറയെ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ആ കരടിയുടെ ഉദരത്തിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ആ കരടിക്ക് അവർ ഒരു പേരിട്ട് കൊടുത്തു, ബെയർ നമ്പർ 141. പക്ഷേ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ട രണ്ടാമത്തെ കരടിയെ പരിശോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം വേറെ കരടികൾ അതിനെ ഭക്ഷിച്ചിരുന്നു. ഇനി ആ സംഘത്തിന് അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രമായിരുന്നു, അന്ന് ആ രാത്രി അവിടെ എന്താണ് സംഭവിച്ചത്. അതിനുള്ള ഉത്തരം ട്രെഡ്വെല്ലിന്റെ ക്യാമറ പരിശോധിച്ചപ്പോൾ അവർക്ക് ലഭിച്ചു. ആ കരടിയുടെ ആക്രമണം നടക്കുന്ന സമയത്ത് ട്രെഡ്വെല്ലിന്റെ ക്യാമറ ഓൺ ആയിരുന്നു. പക്ഷേ ക്യാമറയുടെ ലെൻസിന്റെ ക്യാപ്പ് ഊരിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അവസാന നിമിഷത്തെ ശബ്ദരേഖ മാത്രമാണ് അതിലുള്ളത്. ചിലപ്പോൾ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ദൃശ്യം കാണാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം ആ ക്യാമറ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരുന്നത്. എന്നിരുന്നാലും എല്ലാവരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം അതിലുണ്ടായിരുന്നു. ചിലപ്പോൾ ട്രെഡ്വെൽ തന്റെ ടെന്റിൽ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ മണം ലഭിച്ചിട്ടായിരിക്കാം ആ കരടി അങ്ങോട്ടെത്തിയത്. അങ്ങനെ അപ്രതീക്ഷിതമായി ട്രെഡ്വെലിനെ കണ്ടിട്ടാകാം ആ കരടി ട്രെഡ്വെലിനെ ആക്രമിച്ചത്. എന്തായാലും ട്രെഡ്വെലിന്റെ ആ ക്യാമറ ഒപ്പിയെടുത്ത ആ 6 മിനിറ്റിലുണ്ടായിരുന്നു ട്രെഡ്വെലിന്റെയും ഏമിയുടെയും സ്നേഹത്തിന്റെ ആഴം. ട്രെഡ്വെലിന്റെ ക്യാമറയിൽ നിന്ന് ലഭിച്ച റെക്കോർഡിംഗിൽ ആദ്യ ഭാഗത്ത് ട്രെഡ്വെലിന്റെ ശബ്ദമായിരുന്നു. അതിങ്ങനെയായിരുന്നു പറയുന്നത്, എന്റെ കഥ തീർന്നു, നീ ഓടി രക്ഷപ്പെട്ടോ. പിന്നാലെ ഏമി ചോദിക്കുന്നുണ്ട്, അത് പോയോ, അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ. പിന്നാലെ കരടിയുടെ മുരളലും അതിഗംഭീരമായ ഗർജനവുമാണ് പിന്നെ കേൾക്കുന്നത്. പിന്നാലെ ഏമി എന്തോ വസ്തു എടുത്ത് കരടിയെ അടിക്കുന്ന ശബ്ദവും നമുക്കതിൽ കേൾക്കാം. ആ 6 മിനിറ്റ് അവസാനിക്കുമ്പോൾ നമ്മൾക്ക് അവസാനമായി കേൾക്കുന്നത് ട്രെഡ്വെല്ലിന്റെ ശബ്ദമാണ്, ഗോ എവേ ഗോ എവേ. ട്രെഡ്വെൽ ഏമിയോട് ഓടി രക്ഷപ്പെടാനാണ് പറയുന്നത്. തന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നേ ഏമിയോട് ഓടി രക്ഷപ്പെടാൻ പറയുന്ന ട്രെഡ്വെല്ലും അങ്ങനെ ഒരു സാഹചര്യം ലഭിച്ചിട്ടും അവിടെ നിന്ന് രക്ഷപ്പെടാതെ തന്റെ കയ്യിൽ കിട്ടിയ വസ്തു കൊണ്ട് കരടിയെ പ്രതിരോധിച്ച് ട്രെഡ്വെലിനെ രക്ഷപ്പെടുത്താൻ നോക്കുന്ന ഏമിയും ഒരു യഥാർത്ഥ പ്രണയത്തിന്റെ അപൂർവമായ ഉദാഹരണം കൂടിയാണ്. ഗ്രിസിലി കരടികൾക്ക് വേണ്ടി ജീവിച്ച് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി അവസാനം അവരാൽ തന്നെ കൊല്ലപ്പെട്ട ട്രെഡ്വെല്ലും അവന്റെ കാമുകി ഏമിയും എല്ലാവരുടെയും മനസ്സിൽ ഒരു കുഞ്ഞു നോവായി ഇന്നും ജീവിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.